ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ചിങ്ങൻ രാശി, മകം, പൂരം, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയുടെ രാശ്യാധിപനായ സൂര്യൻ 2026 സെപ്റ്റംബർ മാസത്തിൽ തൻ്റെ സ്വന്തം രാശിയിലും 2ാം ഭാവത്തിലുമായി സഞ്ചരിക്കുകയും അഷ്ടമാധിപനായ വ്യാഴം ചിങ്ങൻ രാശിയുടെ 12ാം ഭാവത്തിൽ ഉച്ചനായി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് അമിത ജോലിഭാരം, ശരീരവേദന, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ വർദ്ധിക്കാം. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. 5ാം ഭാവാധിപനായ വ്യാഴം 12ാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുന്നതിനാൽ വിദേശത്ത് പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആഗ്രഹം സാധിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികളുടെ സംസാരശേഷി, ആത്മവിശ്വാസം, നേതൃപാഠവും എന്നിവ മെച്ചപ്പെടുത്താൻ പറ്റിയ സമയമാണ്. ജേർണലിസം, മീഡിയ, കമ്മ്യൂണിക്കേഷൻ, ബിസിനസ് മാനേജ്മെൻറ്റ് എന്നീ മേഖലയിൽ പഠിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. 10ാം ഭാവാധിപനായ ശുക്രൻ 3ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ്റെ ഈ സ്ഥിതി കർമ്മരംഗത്ത് നിന്ന് വരുമാനം കുറച്ച് കാണിക്കുന്നു. ചിലവുകൾ വർദ്ധിക്കും. പക്ഷേ നേതൃപാഠവും ഉത്തരവാദിത്വവും കുറയുകയില്ല. സെയിൽസ്, മാർക്കറ്റിംഗ്, PR മേഖലകളിലും ആളുകളുമായി സംസാരിക്കാൻ കഴിവുള്ളവർക്കും വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. 7ാം ഭാവാധിപനായ ശനി അഷ്ടമത്തിൽ വ്യാഴദൃഷ്ടിയോടുകൂടി വക്രാവസ്ഥയിൽ നിൽക്കുന്നതിനാൽ ദോഷഫലങ്ങൾ കൂടുതലായി ഉണ്ടാകുകയില്ലെങ്കിലും ബിസിനസ് പങ്കാളികളെ ശ്രദ്ധിക്കണം. ചിലവുകൾ കൂടും. മീഡിയ, യൂട്യൂബ്, ഓൺലൈൻ എന്നിവിടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയും. പ്രണയബന്ധത്തിൽ വളരെ സൂക്ഷ്മത കാണിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കണം. ദാമ്പത്യം നല്ല രീതിയിൽ പോകാൻ ക്ഷമ കാണിക്കണം. നിങ്ങൾക്ക് ധാരാളം വിവാഹാലോചനകൾ വരുമെങ്കിലും തടസ്സങ്ങളും ഉണ്ടാകാം. നിത്യവും അയ്യപ്പൻ്റെ കീർത്തനങ്ങൾ കൂടി ജപിക്കുക.